ശ്രദ്ധിച്ചേ, അപ്പന്മാര് വേണം മക്കളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ. ഇങ്ങനെ കൊണ്ടുവരാത്ത ഒരപ്പന്റെ ദുഃഖം ഞാൻ പറയാം. ഈ ഒരു സംഭവം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ കേട്ടതാണെങ്കിലും നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്ന അതേ സംഭവം തന്നെയാണ് ഞാൻ പറയുന്നതും. ഇതെന്റെ മുമ്പിൽ നടന്നതല്ല, ഞാനും കേട്ടതാണ്. ഇത് ഒരു മകനെ കുറിച്ചാണ്. 2 ആൺമക്കളുള്ള ഒരപ്പന്റെ വിഷമമാണ് കയറി. സാധാരണ കുടുംബം, പാവപ്പെട്ട കുടുംബം. മകൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ +1 പോകാൻ നേരത്ത് അപ്പച്ചനോട് പറഞ്ഞു, എനിക്ക് ടച്ച് ഫോൺ ഉണ്ടെങ്കിലേ പോവുള്ളെന്ന്. ടച്ച് ഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോ അപ്പച്ചൻ പൈസയൊക്കെ ഉണ്ടാക്കി ഇവന് ടച്ച് ഫോൺ മേടിച്ചു കൊടുത്തു. ഇവർക്ക് ഫോണിന്റെ A to Z അറിയാൻ പാടില്ല. സാധാരണ ഞെക്കി വിളിക്കുന്ന നോക്കിയുടെ ഫോണിൽ ഇവർ ഉപയോഗിക്കുന്നത്. ഇവർക്ക് ടച്ച് ഫോൺ എന്നാ, ഇതിന്റെ ലോക്ക് മാറ്റുന്നത് എങ്ങനെയാ, ഇതിനകത്തുള്ള ഒന്നും അറിയില്ലാത്ത സാധാരണ പാവങ്ങളായിട്ടുള്ള അപ്പച്ചൻ. പക്ഷെ ഇവർക്ക് എന്നും പണിയെടുക്കണം, ജോലി ചെയ്യണം, അങ്ങോട്ട് മറിക്കണം, ആ ചിട്ടി ഇത്രയൊക്കെ ഉള്ളൂ. പ്രാർത്ഥനയില്ല. മക്കൾ ദൈവഭക്തിയിലൊക്കെയാണോ വളരുന്നതെന്ന് ചിന്തയില്ല. ഫോൺ മേടിച്ചു കൊടുത്തു. ഇനി അങ്ങനെ ആ സന്തോഷമെങ്കിൽ അത് +1 കഷ്ടി ജയിച്ചു. +2 എത്തിയപ്പോൾ അവൻ അടുത്ത ഡിമാൻഡ് 10-22,000 രൂപയുടെ ബൈക്ക് മേടിക്കണം, പഴയതൊരെണ്ണം. അത് ഇന്നയാളുടെ അടുത്തുണ്ട്, അത് മേടിച്ചു തന്നാലേ ഇനി അടുത്ത സ്റ്റെപ്പ് പോവുള്ളൂ. എൻ്റെ കൂട്ടുകാർക്കല്ല ഇതുണ്ട്, എനിക്കും വേറൊരാൾക്കും ഇല്ലാത്തുള്ളൂ, അതുകൊണ്ട് മേടിച്ചു തന്നാലേ പോവുള്ളൂ. മേടിച്ചു കൊടുക്കാൻ ഈ അപ്പം തീരുമാനിച്ച് ടൗണിൽ ഇറങ്ങി അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു മേടിച്ചു കൊടുക്കരുതേ എന്ന്. അപ്പോൾ എന്നാൽ ഈ മകന്റെ ശല്യം സഹിക്കാതെ അപ്പം മേടിച്ചു കൊടുത്തു. മേടിച്ചു കൊടുത്തപ്പോൾ റോഡിന്റെ നടുക്കൂടെയുള്ള വരയെ കൂടെ ഇവൻ ഓടിക്കുള്ളൂ ബൈക്ക്. അത് അമിത സ്പീഡിൽ ഓടിക്കും. ഇവൻ സ്പീഡിൽ പോയിട്ട് ഇവൻ ബ്രേക്ക് പിടിച്ച് പുറകിലത്തെ ടയർ നിരക്കി നിർത്തും. നാട്ടിൽ മുഴുവൻ ഇത് പരാതിയായി, വിഷമമായി. ഹൈന്ദവ മതത്തിൽപ്പെട്ട ഇവന്റെ ഒരു സുഹൃത്തിനെ വെച്ച്, ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പയ്യൻ, അവനെ വെച്ച് ഇവൻ ബൈക്ക് ഓടിച്ചു പോയപ്പം ഇവൻ ഈ അഭ്യാസം ഇവനെ വെച്ച് കാണിച്ചതാ. ഈ പുറകിലിരുന്ന പയ്യൻ പുറകോട്ട് മറിഞ്ഞ് അവന്റെ നാട്ടിൽ പൊട്ടിപ്പോയി. തീരുവോ കടം. ലൈസൻസ് പോലും ഇല്ലാത്തവൻ വേഷം കെട്ടി പുറകിലൊരു പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയായി വളരേണ്ട ഒരു പയ്യനെ ആകെ അവന്റെ ജീവിതം തന്നെ കാലിന്റെ താഴേക്ക് സ്വാധീനമില്ലാണ്ട് കിടക്കും നിന്നും. അതൊരു വഴിക്ക്. അപ്പോഴത്തേക്കും കുറെ നാളത്തേക്ക് അവൻ ഡീസൻ്റായി, ഭയങ്കര നല്ലതായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ ശാന്തമായപ്പോൾ പഴയ ബൈക്ക് എടുത്ത് വീണ്ടും ഇറങ്ങി ആക്സിഡന്റ് ആയി. 2ാമത്തെ ആക്സിഡന്റിൽ ഇവൻ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. സത്യം തുറന്നു പറയാം, ഇവൻ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ ഒരാൾ അന്നേരെ ബേക്കറി കയറി 1 കിലോ ലഡു മേടിച്ച് എല്ലാവർക്കും കൊടുത്തു. 90 വയസ്സായ ഒരാൾ മരിച്ചപ്പോഴല്ല, +2 പഠിക്കുന്ന ഒരു പയ്യൻ മേടിക്കുമ്പോൾ ഒരു മനുഷ്യൻ പോയി കടയിൽ പോയി ലഡു മേടിച്ച് അത് ആഘോഷിക്കണമെങ്കിൽ എവിടം വരെ എത്തിയെന്ന് നിങ്ങൾ ബെസ്റ്റ് ചിന്തിച്ചു കൊള്ളുക. ഇവൻ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ് ഡോക്ടർ ഇവന്റെ വായിൽ നിന്ന് എടുത്ത് എന്നറിയോ? ഇവൻ മരിച്ചപ്പോൾ ഇവൻ ആക്സിഡന്റ് നടന്നപ്പോഴേ ഇവന്റെ വായിലുള്ള ലഹരി ഇവൻ ഇറക്കാൻ വിട്ടുപോയി. ഇവന്റെ കവിളിലും നാക്കിന്റെ അടിയിലും ഭയങ്കര പ്രത്യേകതരം ലഹരിയായിരിക്കുന്നത്. ഭയങ്കര ലഹരി ഇരിക്കുക, അത് ഇവൻ ഇറക്കാൻ വിട്ടുപോയി. മരിച്ചവന്റെ ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇവന്റെ വായിൽ നിന്ന് ഡോക്ടർ കൈയിട്ടെടുത്തത് ലഹരിയാ. എന്നിട്ട് പറഞ്ഞു ഇവൻ ലഹരിയിലാ വണ്ടി ഓടിച്ചെന്ന്. ഇത്രയും കൊണ്ട് തീർന്നിട്ടില്ല. ബോഡി വീട്ടിൽ കൊണ്ടിരുന്നു. ഇഷ്ടം പോലെ ജനങ്ങൾ ഇടിച്ച ചെറുതല്ലേ മരിച്ചത്. മരിച്ചു കഴിഞ്ഞപ്പം വികാരിയച്ഛനും വേറെ 2-3 അച്ഛന്മാരൊക്കെ ഉണ്ട്. പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഇവിടുന്ന് ബോഡി പെട്ടിയെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന നേരത്ത് 6 പയ്യന്മാർ 6 ചെറുക്കന്മാർ ഇവന്റെയൊക്കെ പ്രായമുള്ളവർ വന്ന് പെട്ടിയെ കൈവച്ചിരിക്കുക. പെട്ടി എടുക്കുക, ഏത് മരിച്ച വീട്ടിൽ നിന്ന്. എല്ലാവരും തകർന്നിരിക്കുന്ന ഒരു സമയത്ത് എടുക്കുകയാണ്. അപ്പൊ ആരും പ്രതികരിക്കുന്നൊന്നുമില്ല. അച്ഛൻ ഇവിടുന്ന് ചോദിക്കുകയാണ് ഈ പിള്ളേരാരൊക്കെയാന്ന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സംസാരിച്ച് ഈ മരിച്ച വീട്ടിൽ നിൽക്കുന്ന ആർക്കും അറിയില്ല ഈ പിള്ളേരാരാന്ന്. ഉടനെ അച്ഛൻ വഴക്ക് പറയാണ്, മൈക്കിലൂടെ പെട്ടിയോടെ വെക്കാൻ പറഞ്ഞു. ഇവരെ പുറത്തിറക്കി ചോദ്യം ചെയ്തപ്പം ബ്ലാക്ക് മാസിലെ പിള്ളേര്. അന്ന് മരിച്ച വീട്ടിൽ വെച്ച് അറിയാണ് ഇവര് ബ്ലാക്ക് മാസുമായിട്ട് ബന്ധമുണ്ടെന്ന്. +2 എത്തിയപ്പോഴത്തേക്കും എവിടെ എത്തിയെന്ന് കാണണം. എന്നിട്ട് ഇവന്റെ ശവസംസ്കാരം കഴിഞ്ഞപ്പം പിന്നീട് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവനെ സ്കൂളിൽ പഠിപ്പിച്ച സാറ് വഴിയിൽ വെച്ച് ഈ അപ്പനെ കണ്ടപ്പം ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അവൻ മരിച്ചപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങളുടെ സ്കൂളാകട്ടോ എന്ന്. അയാൾ 2 മാഷിനോട് പറഞ്ഞു, സാറേ ഇങ്ങനത്തെ മനുഷ്യപ്പറ്റില്ലാത്ത വർത്താനം താൻ ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ വർത്താനം ഒരു അപ്പനോട് പറയരുതെന്ന് പറഞ്ഞു. ഇയാൾ ഷൗട്ട് ചെയ്തു. ശരിക്കും കേട്ടാ ഒരു വെട്ട് കിട്ടുന്ന പോലെ വാക്കാണ്. സാറെന്നാ പറഞ്ഞത്,
നിങ്ങളുടെ മകൻ മരിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളുടെ സ്കൂളാണ്. ഇയാൾ ചൂടായി കഴിഞ്ഞ് ഭയങ്കര ഫയർ ചെയ്തതിനു ശേഷം തണുത്തപ്പോൾ ഈ അപ്പനോട് ഈ സാറ് പറയാണ്, നിങ്ങൾക്ക് വിഷമമുണ്ടായിരിക്കും ഞാൻ പറഞ്ഞതിൽ, വിഷമമുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ മകന് നിങ്ങൾ ഫോൺ മേടിച്ചു കൊടുത്തു, ബൈക്ക് മേടിച്ചു കൊടുത്തു. അവന് ഫോണിൽ എന്നാ പരിപാടി നിങ്ങൾക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സാറ് പറയാണ്, അവനെ കൊണ്ട് സ്കൂളും ക്ലാസ്സും മടുത്തായിരുന്നു. അവന്റെ പണി പഠിക്കലല്ലായിരുന്നു. സ്കൂളിൽ വന്ന് പാവപ്പെട്ട പിള്ളേർക്ക് ബ്ലൂ ഫിലിം വിൽക്കലായിരുന്നു അവന്റെ പണി. നിങ്ങൾ എത്രയും നാളായിട്ട് അറിഞ്ഞില്ലല്ലോ. മരിച്ച് ആള് മണ്ണോട് മണ്ണായപ്പം സാറ് പറയുക, അവന് സ്കൂളിൽ ബ്ലൂ ഫിലിം വിൽക്കലായിരുന്നു പരിപാടി. അവൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ആ സ്കൂളിലെ റിസൾട്ടിനെ വരെ ബാധിച്ചതിനെ മരിച്ചത് നന്നായി എന്ന്. ആദ്യം ചൂടായി അപ്പൻ സാറിന്റെ കയ്യെ പിടിച്ചിട്ട് പറയുവാണ്, സാറ് മാഷ് പറഞ്ഞത് സത്യമാണെങ്കിൽ അവൻ മരിച്ചതിൽ ഇപ്പോൾ സന്തോഷിക്കുന്നത് ഈ അപ്പനാണെന്ന്. ഇപ്പൊ ഞാൻ സന്തോഷിക്കുവാണ്. അവൻ അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, നാട്ടുകാർക്കും പാരയായിട്ട്. അപ്പൻ പറഞ്ഞത് പിന്നീട് അപ്പൻ കറങ്ങി എവിടെ എത്തിയെന്ന് കേൾക്കണം. മകൻ മരിച്ചതിന് ശേഷം അന്ന് പിന്നീട് മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകാൻ അപ്പൻ എടുത്ത തീരുമാനമാണ് നല്ലത്. ഡിറ്റർമിനേഷൻ, തീരുമാനം വലുതാ. അപ്പം പറഞ്ഞു, ഇനി ഞാനിങ്ങനെ ഈ പണി പണം ഇതിന്റെ പുറകെ അല്ല, ഇനി ഞാൻ കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കാൻ പോവുക. ഞാൻ ദൈവത്തെ അടുത്തില്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ എൻ്റെ മക്കൾ കൈവിട്ടു പോകുമെന്ന് എനിക്കറിയാമെന്ന്. ഇതിൽ സാധാരണ സ്കൂളിൽ പോലും 10ാം ക്ലാസ് പഠിച്ചിട്ടില്ലാത്ത, മര്യാദയ്ക്ക് ഒപ്പിടാൻ പോലും അറിയില്ലാത്ത ഒരു അപ്പൻ ദൈവികമായ ഒരു ജ്ഞാനം പറഞ്ഞത് കേട്ട്, ഞാൻ ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥനയില്ലാണ്ട് നടന്നാൽ എൻ്റെ മക്കൾ കൈവിട്ടു പോകുമെന്ന് എനിക്കറിയാമെന്ന്. ഇതൊരു വലിയ പ്രവചന ദൂതാണ്. എല്ലാ അപ്പച്ചന്മാരോടും ദൈവം ചിലപ്പോൾ പറയുന്ന വാക്കായിട്ട് ചിലപ്പോൾ കേൾക്കണം. മാതാപിതാക്കളുടെ അഭിഷേകമുള്ള പ്രാർത്ഥന കിട്ടുന്നത് മക്കൾക്കൊരു അനുഗ്രഹമായിട്ടാ. അബ്രാഹത്തിന്റെ പ്രാർത്ഥന കൊണ്ട് ആർക്ക് അനുഗ്രഹം ഉണ്ടായെന്ന് എഴുതിയിട്ടുണ്ട്. മകൻ ഇസ്ഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ബൈബിൾ 22-ാം അധ്യായം എഴുതിയിട്ടുണ്ട്. അപ്പൻ വിശ്വാസികളുടെ പിതാവാണ് അബ്രാഹാം. അതിലൂടെ അനുഗ്രഹിക്കപ്പെട്ടത്. അബ്രാഹത്തിന് കുറെ സമ്പത്തുണ്ടായി എന്ന് മാത്രമല്ല, അബ്രാഹത്തിന്റെ മകൻ ഇസ്ഹാക്ക് അനുഗ്രഹത്തിൽ വളർന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അനുഗ്രഹം തലമുറകളിലേക്ക് നീങ്ങുന്നതാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേൾക്കുന്ന വചനത്തിനും ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കും നമ്മൾ വിചാരിക്കുന്നേക്കാൾ അഭിഷേകവും ശക്തിയുണ്ട്. മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ ഞാൻ ആക്കിയതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇതാണ്, ഈ ജപമാലയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ 10ാം ക്ലാസ് വരെ ഞാൻ പ്രാർത്ഥനയെ ചെല്ലിയിട്ടില്ല, ചെല്ലാൻ പറ്റിയൊരു സാഹചര്യത്തിൽ അല്ലായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും ഇവിടെ എത്തേണ്ട ഒരാളെ അല്ല. ഒരിക്കലും ഞാനിടുന്ന ഈ വേഷം, ഞാൻ പറയുന്ന ഈ ശുശ്രൂഷയൊന്നും എനിക്ക് എന്നെ പോലെ അയോഗ്യരായ ആളുകൾക്ക് പറ്റിയതല്ല എന്ന് എനിക്ക് പലവട്ടം എന്നെക്കുറിച്ച് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നെ എന്തേലും ഞാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, എൻ്റെ അമ്മയുടെ ഈ ഒരു പ്രാർത്ഥന കൊണ്ടാണെന്ന്. എന്തേലും എത്തിയിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ പ്രാർത്ഥിക്കാത്തപ്പോഴും ചില വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് എൻ്റെ അമ്മേനെ കാണിയല. എൻ്റെ അമ്മ ഇതിലെ പോയി ഞാൻ പലവട്ടം പെരയ്ക്കകത്തൂടെ അകത്തൂടെ പുറത്തൂടെ ഒക്കെ വിളിച്ചു നടന്നാലും അമ്മയെ കാണിയല. അമ്മയെ കാണാതെ അന്വേഷിക്കുമ്പോൾ എൻ്റെ പഴയ വീടിന്റെ സമയത്ത് ഒരു മുറിയിൽ ജനൽ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അത് പകൽ സമയത്തും ഇരുട്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ കാണാം ആ ഇരുട്ട് മുറിയിൽ ആ ചാണകം മെഴുകിയ ആ ഒരു അകത്ത് അമ്മ മുട്ട നിൽക്കുന്നതും ഒരു പഴയ ഒരു ജപമാല. പിന്നീട് ഇതൊക്കെ വില അറിഞ്ഞത്. പിന്നീട് വർഷം കഴിഞ്ഞ് പിന്നെ വൈദികനായതിനു ശേഷമാ വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചതിന്റെ വിലയൊക്കെ എനിക്ക് മനസ്സിലായത്. ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ കുറച്ചുകൂടെ വർഷം മുമ്പ് ഇതൊക്കെ മനസ്സിലാകേണ്ടത്. എനിക്ക് 34 വയസ്സ് കഴിഞ്ഞു. ഇപ്പം ഞാൻ ചിന്തിക്കുക, ഒരു 25 വയസ്സായപ്പോഴേ ഇത് അറിയുമായിരുന്നു നല്ലതായിരുന്നു എന്ന്. ഇച്ചിരി നേരത്തെ ആകണമായിരുന്നു ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം പോലും അറിഞ്ഞത് ഇച്ചിരി താമസിച്ചു പോയോ എന്ന് എനിക്ക് സംശയമുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. എന്നാലും ഞാൻ പറയാം, പ്രാർത്ഥനയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കി, ഇവിടെ ഇരിക്കുന്ന പലരേക്കാളല്ല 90% ആളേക്കാൾ വിദ്യാഭ്യാസം കുറവ് എനിക്കാണ്, എഡ്യൂക്കേഷൻ കുറവ് എനിക്കാണ്. എഡ്യൂക്കേഷൻ ബേസ് വെച്ച് നോക്കിയാൽ നമ്മുടെ പേര് രണ്ടുപേരുടെയും നമ്മുടെ പേരുകൾ എഴുതുമ്പോൾ എനിക്ക് അപ്പുറത്ത് എഴുതാൻ ഒന്നുമേ ഇല്ല. എൻ്റെ ഫാദർ മാത്യു അല്ലെങ്കിൽ വീട്ടുപേർ എഴുതി കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കിട്ടുമ്പോൾ 4-5 ഡിഗ്രികൾ അപ്പുറത്ത് അഡ്ജക്റ്റീവായിട്ട് ഇടാനുണ്ട്, വിശേഷണമായിട്ട്. എനിക്കതില്ല. ഇല്ലാത്തതിൻ്റെ ദുഃഖമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് നോർമലായിട്ട് എല്ലാ വിധത്തിലും പ്രാർത്ഥന എന്നൊരു പവർ മാത്രമേ പുറകിൽ ഉണ്ടായിരുന്നുള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം വരെ 10ാം ക്ലാസ്സിൽ ആദ്യത്തെ വർഷം ദയനീയമായി തോറ്റയാളാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി തോറ്റു. റിസൾട്ട് വരുന്നതിന് മുമ്പ് സെമിനാരി ചേരാൻ പേര് കൊടുത്തു. സെമിനാരി ചേരാൻ പേര് കൊടുത്ത് തളിപ്പറമ്പ് പുഷ്പഗിരി പള്ളിയിൽ, എനിക്ക് ഇന്ന് അറിയത്തില്ല ഏത് സഭയിലാ പേര് കൊടുത്തതെന്ന്. പേര് കൊടുത്തിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു, ജയിക്കുവോടോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ജയിക്കുമെന്ന്. ഞാൻ ചുമ്മാ അടിച്ചതാണ്, എനിക്ക് തോന്നിയായിരുന്നു തോക്കുമെന്ന്. എന്നാലും ജയിച്ചാലോ എന്ന് വിചാരിച്ചു കൊടുത്തതാണ്. റിസൾട്ട് വന്നപ്പോൾ തോറ്റു. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പറഞ്ഞു, നീ എഞ്ചിനീയറിംഗ് ആണെങ്കിലും പൊക്കോളാൻ. ഞാൻ ചോദിച്ചു, തോറ്റാലും എഞ്ചിനീയറിംഗ് ഉണ്ടോ അമ്മ? എന്നാൽ പോയേക്കാന്ന് വിചാരിച്ചു. തോറ്റാലും എഞ്ചിനീയറിംഗ്, തോറ്റവർക്ക് എഞ്ചിനീയറിംഗ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇനി പഠിക്കാനേ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പഠനം എനിക്ക് വേണ്ട, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് പുസ്തകം. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കുന്ന പല അച്ഛന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, താൻ എന്തേലും പുസ്തകം വായിച്ച് കണ്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുമോ എന്ന്. എനിക്കിഷ്ടമല്ല, ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ 2ാം വർഷം പാരക്കോളേജിൽ പോയി 5 കിലോമീറ്ററോളം അങ്ങോട്ടും 5 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്ന് പഠിക്കുവാണ്. വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത കാലം. നടന്ന് പഠിക്കുമ്പോൾ എൻ്റെ കഴുത്തേൽ ഒരു കൊന്ത ഉണ്ടായിരുന്നു. അതിന് ഞാൻ വേറൊരുത്തനുമായിട്ട് അടിപിടി കൂടി ആ കുരിശവൻ വലിച്ചു പൊട്ടി ദൂരെ കളഞ്ഞു. അതുകൊണ്ട് എൻ്റെ കഴുത്തേലുണ്ടായിരുന്ന കൊന്തയ്ക്ക് കുരിശില്ല. അങ്ങനത്തെ ഒരു കൊന്ത എൻ്റെ അടുത്തുണ്ട്. ഞാനിത് ചെല്ലാൻ ഉപയോഗിക്കാറേയില്ലായിരുന്നു. കാരണം എനിക്ക് ഈ കൊന്ത എന്നാന്നറിയാം. ഇത് 10 നന്മ പറഞ്ഞ് പറയുമ്പോൾ ഒരു സ്വർഗസ്ഥനായ വിധ ആ സംഭവം എനിക്കറിയേണ്ടത്. ഇത് കാര്യങ്ങൾ ഈ കൊന്ത പുസ്തകത്തിനകത്തെ പ്രാർത്ഥനയോ രഹസ്യങ്ങളോ എനിക്ക് 10ാം ക്ലാസ് വരെ അറിയാനേ പാടില്ലായിരുന്നു. സംഭവം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കറിയാം ഒരു സ്വർഗസ്ഥനായ 10 നന്മ പറഞ്ഞു. പാരക്കോളേജിൽ പോകാൻ നേരത്ത് ഞാൻ അവിടെയും ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ എൻ്റെ വീട്ടിലെ ആളുകളെ, എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ പാരക്കോളേജിൽ വിളിച്ചു വരുത്തിയിട്ട് സാറ് പറഞ്ഞു, ദൈവം തമ്പുരാൻ ഒന്നും കൂടെ മനുഷ്യനായിട്ട് ജനിച്ചാലും ഇവൻ ജയിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ അറിവിൽ വെച്ച് ആരും എന്നോട് പറയാതെ ഞാൻ 5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കുമ്പോഴും 5 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കുമ്പോഴും ഞാൻ ഒരു സ്വർഗസ്ഥനായ 10 നന്മ നിറഞ്ഞ മറിയുമേ എൻ്റെ കഴുത്തേലെ ഈ പട്ടൻസിൻ്റെ ഒരു പട്ടൻ സൂരി, ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരു കയ്യെ പിടിക്കും. ആരെയും വരുന്നത് കാണുമ്പോഴേ ചുരുട്ടി ഞാൻ കീശയിലിടും. ആൾ പോയി കഴിയുമ്പോൾ അത് എടുക്കും. ആരെയും കാണിക്കാതെ ഈ പ്രാർത്ഥന ചൊല്ലി ഒറ്റ നിയോഗം വെച്ചു, ദൈവമേ എനിക്ക് ഈ പ്രാവശ്യം എങ്ങനെയാലും ഒന്ന് ജയിക്കാൻ പറ്റണേ. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങളോട് പറയാം. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് എന്ന വിഷയം നൂലുകൊണ്ട് കെട്ടിയിട്ട് മരിക്കണമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, വിഷമമാണ്. മാതാപിതാക്കൾ മക്കളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം എന്നാ, എൻ്റെ സാക്ഷ്യം കേട്ടിട്ടൊരു അമ്മച്ചി, എൻ്റെ സാക്ഷ്യം കേൾക്കുന്നതിന് മുമ്പ് അമ്മച്ചി കൊച്ചിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, ഈ കൊച്ചു പഠിക്കാൻ ഭയങ്കര പുറകോട്ട്, അച്ഛൻ മനസ്സറിഞ്ഞൊന്ന് കൈവെക്കണമെന്ന്. ഞാൻ ഉള്ളിൽ ചിരിച്ചു. എൻ്റെ ഈ കൊച്ചിൻ്റെ ഉള്ള പഠിത്തം പോകാൻ സാധ്യതയുണ്ട് ഞാൻ കൈവച്ചാൽ. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു, ഒന്നും പറഞ്ഞില്ല. ധ്യാനം കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയിക്ക് ശേഷം ഈ അമ്മച്ചി പോകുന്നില്ല. കാറെടുത്ത് പോകാൻ നേരത്ത് ഈ അമ്മച്ചി കൊച്ചിനെ ഇവിടെ ഓടി എന്നും പറഞ്ഞ് പല്ലും കടിച്ച് വിളിച്ചോണ്ട് വന്നു. വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇന്നലെ അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചില്ലായിരുന്നോ, അത് മായ്ക്കാൻ പറ്റുമോ അച്ഛോ എന്ന് ചോദിച്ചു. മായ്ക്കാൻ പറ്റുമോ? കാരണം എൻ്റെ കൊച്ചിൻ്റെ ഉള്ള പഠിത്തങ്ങൾ പോകുമെന്ന് ഈ അമ്മയ്ക്ക് എന്തോ ഒരു സംശയം. അതുകൊണ്ട് പിള്ളേരെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുപോകരുത്. എന്നേക്കാൾ പ്രഗത്ഭരായ കഴിവുള്ള ബുദ്ധിയുള്ള അച്ഛന്മാരുടെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോകും. ഉള്ള പഠിത്തം കൂടെ പോകാൻ സാധ്യതയുണ്ട്. അത് വേറെ കാര്യം, അത് പോട്ടെ. എന്നായാലും 2ാമത് പരീക്ഷ എനിക്ക് ഇംഗ്ലീഷ് ഒന്ന് പേപ്പർ എത്ര എഴുതിയാലും എനിക്ക് 2 പേജ് ആകുകയില്ല. ഇതെങ്ങനെയും ഒന്ന് ആക്കണമെന്ന് വിചാരിച്ച് 2ാമത് പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് എന്നെപ്പോലെ മണ്ടനായ ഒരുത്തനോട് ചോദിച്ചോടാ, ഇംഗ്ലീഷൊക്കെ എന്തേലുമൊക്കെ എഴുതി ഒരു നൂലുകൊണ്ട് കെട്ടി പേപ്പർ വെക്കാൻ എന്നാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിനക്കെന്നെ അറിയത്തില്ലെന്ന് ചോദിച്ചു. അവനോട് അവരെക്കാൾ വലിയ മണ്ടനായ ഒരു തിരുമണ്ടൻ ഒരു ഐഡിയ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, ഇത് ഭയങ്കര നിങ്ങളാരും എടുത്തേക്കരുത്, ഇത് വലിയ മണ്ടത്തരമാണിത്. അന്നത്തെ കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഐഡിയ. അവരെന്നോട് പറഞ്ഞു, ഡാ ഇംഗ്ലീഷ് എന്ന വിഷയത്തെക്കുറിച്ച് ഡോണ്ട് വറി, ടെൻഷനേ വേണ്ട. ഓക്കെ. അവൻ എന്നോട് പറഞ്ഞു, ഇംഗ്ലീഷ് നിനക്കൊന്നും അറിയത്തില്ലോ, എനിക്കൊന്നുമേ അറിയത്തില്ല, വായിക്കാനും വലിയ പിടിപാടില്ല. ഓക്കെ. ചോദ്യക്കടലാസ് വരുന്നു, ഉത്തരക്കടലാസ് ഒരെണ്ണം കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കോപ്പി അടിക്കാൻ നിൽക്കരുത്. വെരി ഗുഡ്, നല്ലതാണ്. കാരണം എന്നറിയാമോ, ഇംഗ്ലീഷ് എന്ന വിഷയമൊക്കെ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പുറത്തെ ആൾക്ക് ഒരുത്തരും കാണിച്ചു തരികയില്ല. അവൻ ഇച്ചിരൂടെ മറച്ചു വെച്ച് എന്നാ എന്തേലും നോക്കി എഴുതി ഇവൻ രക്ഷപ്പെട്ടോട്ട് ആരും ചിന്തിക്കുമോ? ആരും ചിന്തിക്കുകയില്ല. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു തന്നു, നീ ആരെയും നോക്കി എഴുതാൻ നിൽക്കണ്ട, ഞാനൊരു ഐഡിയ പറയാന്ന് പറഞ്ഞു. 1ാമത്തെ ചോദ്യം നീ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. നീ വായിച്ചില്ലെങ്കിലും അതിന്റെ മാർക്ക് എത്രയാന്ന് നോക്കണം. 2, 5, 8, 10 എന്നൊക്കെ ആയിരിക്കും മാർക്ക്. ഓക്കെ, നോക്കാം. 1ാമത്തെ ചോദ്യം നീ വായിച്ചു നോക്കിയിട്ട് അതിന്റെ മാർക്ക് നോക്കിയിട്ട് ചോദ്യക്കടലാസ് തിരിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാ അത് തിരിക്കണം. തിരിച്ചു വച്ചിട്ട് അതിന്റെ ചോദ്യക്കടലാസിന്റെ ഏറ്റവും പുറകെ കിടക്കുന്ന ലാസ്റ്റത്തെ 2 ചോദ്യം 1ാമത്തെ ചോദ്യം ഉത്തരമാണെന്ന് നീ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസം. ഞാൻ പറഞ്ഞു, ഓക്കെ, അത് ഞാൻ വിശ്വസിച്ചു. 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഈ ചോദ്യക്കടലാസിന് അവസാനത്തെ 2 ചോദ്യങ്ങളാണ്. ഓക്കെ, അത് വൃത്തിയായിട്ട് എഴുതണം. ഓക്കെ, എഴുതി. ഞാൻ ചോദിച്ചു, 5 മാർക്കിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ് ചെയ്യുക? 5 മാർക്കിനെ കുറിച്ച് നോ ടെൻഷൻ, ഡോണ്ട് വറി.
അതിന്റെ ചോദ്യക്കടലാസിന്റെ പകുതിക്ക് തൊട്ട് താഴോട്ടങ്ങ് പിടിപ്പിച്ചോളാൻ പറഞ്ഞു. വൃത്തിയായിട്ട് എഴുതണമെന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ ചോദിച്ചു, എടാ ഇത് ഈ ചോദ്യക്കടലാസ് കൊണ്ട് തന്നെ മൊത്തം ഉത്തരം എഴുതണമല്ലോ, അപ്പോൾ വലിയ വലിയ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യും? അതായത് ചോദ്യക്കടലാസ് ഇങ്ങോട്ട് തിരിച്ച് ആദ്യത്തെ ചോദ്യം എഴുതുക, നേരെ തിരിച്ചു വെച്ച് അടുത്തത് എഴുതുക, പിന്നെ തലക്കും വിലകം 4-ാമത്തെ 8-ാമത്തെ ചോദ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഏത് പരീക്ഷ എഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഐഡിയ നീ നേരത്തെ പറഞ്ഞു തരാതെ വിഷമമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. വെരി ഗുഡ് ഐഡിയ. 2-ാമത്തെ പ്രാവശ്യം ഇംഗ്ലീഷ് എന്ന വിഷയം എഴുതാൻ പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. ഈ പ്രാവശ്യം എഴുതി മരിക്കും ഞാൻ. എഴുത്തോടെഴുത്തായിരിക്കും. 2 പേനയായിട്ടാണ് ഞാൻ പോയത്. പേന എങ്ങാനും തെളിയാതെ വന്നാലേ എന്തായാലും പഠിച്ച് രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് എനിക്ക് നേരത്തെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുകൊണ്ട് ഇനി എനിക്ക് തന്നെ അറിയാം എവിടെ രക്ഷപ്പെടാനൊന്നും പോകലെന്ന് എനിക്കറിയാം. എന്തായാലും എഴുതിയേക്കാന്ന് വിചാരിച്ച് എന്തായാലും പരീക്ഷ 2 പേനയൊക്കെ ആയിട്ട് പോയി. ഇച്ചിരി ഏതാണ്ടൊക്കെയോ വായിച്ചിട്ടൊക്കെയാണ്, ഏതാണ്ടൊക്കെയോ ഉണ്ട്, ജയിക്കാനുള്ള ഒന്നും അറിയത്തുമില്ല. എന്തായാലും ഞാൻ ചിന്തിക്കുകയാണ്, പരീക്ഷയ്ക്ക് പോയത് ഈ നന്മ എന്ന് പറയുമ്പോൾ പ്രാർത്ഥന ചെല്ലിയാ എനിക്കറിയത്തില്ല, എന്നാലും അറിയാവുന്ന പോലെ ചെല്ലിപ്പോവും. പരീക്ഷ ഹാളിൽ എത്താറാകുമ്പം ഇത് ഗീശയിലിടും. പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ബേസിലൊന്നും അല്ല പറയുന്നത്. അപ്പൊ ഞാൻ ഈ 2-ാമത് പരീക്ഷ എഴുതിയപ്പം ഞാൻ എഴുതുന്നത് കണ്ടിട്ട് പലർക്കും അസൂയ വരെ തോന്നി. ചില ആൾക്കാർ അസൂയോട് ഈ ഇച്ചിരി എന്തെങ്കിലും എഴുതുമ്പോഴേ ചില ആൾക്കാർക്ക് ഈ പഠിക്കുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആരെങ്കിലും കൂടുതൽ ഭയങ്കര എന്തോ ടെൻഷനാ, അവനെന്താ IAS ആവുമെന്ന് വിചാരിച്ചിട്ടാ. ഇനി അവൻ കാണണ്ടാന്ന് വിചാരിച്ച് ഞാനങ്ങ് മറച്ചു. എൻ്റെ കോപ്പി അടിക്കാൻ നോക്കുകയാണ് കുറച്ച് പേര്. അത് ശരിയാവില്ല, ഞാനും മറച്ചെഴുതി. മാർക്ക് ഭയങ്കര ടെൻഷനായി. അവരുടെ കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും പരീക്ഷ എഴുതി. സാറിനോട് പേപ്പർ ഒക്കെ ഇഷ്ടം പോലെ പേപ്പർ ഞാൻ തന്നെ എടുത്ത് പിടിച്ചു. വെരി ഗുഡ്, ഇതൊന്നും നേരത്തെ ഇതാരും പറഞ്ഞു തന്നില്ലല്ലോ. ഇഷ്ടം പോലെ എഴുതി, എഴുത്തോടെടുത്ത് 2 മണിക്കൂർ പോരാതെ വന്നത് എഴുതി തീരാൻ. പേപ്പർ സമർപ്പിച്ചു. തിരിച്ച് ഞാൻ വീട്ടിൽ പോവുകയാണ്. സന്തോഷത്തോടെയാണ് വീട്ടിൽ പോകുന്നത്. ഒറ്റ ഉത്തരം ശരിയില്ല, ഒരെണ്ണം പോലും. 100-ൽ 150% ഉറപ്പ്, ഒരെണ്ണം ശരിയില്ല. കാരണം ചോദ്യം തന്നെ വായിച്ചിട്ടില്ല. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ചുമ്മാ ചോദ്യക്കടലാസൊക്കെ വായിച്ചു നോക്കി ഞാൻ നിന്നു. പക്ഷെ എൻ്റെ മോനെ, ഒരബദ്ധം പറ്റിപ്പോയി. ഒരു ചോദ്യത്തിന് ഇച്ചിരി അറിയാവുന്ന ഒരു സാധനം അതിനകത്തുണ്ടായിരുന്നു. ഈ തിരുവണ്ടം പറഞ്ഞ് ചോദ്യം നോക്കണ്ട, ഉത്തരം മാർക്ക് നോക്കിയാൽ മതി, എഴുതിക്കോളാൻ പറഞ്ഞുകൊണ്ട് അതും എഴുതാൻ പറ്റിയില്ല. ഉറപ്പ്. അത് ചുരുട്ടി കീശയിലിട്ടു. ഈ പരീക്ഷ തോറ്റു. ഞാൻ പിന്നെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുക. ഉറപ്പ് തോക്കും. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു. ആ വർഷം വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥന മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആരാന്നറിയത്തില്ല, എന്നാലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തേലും എഴുതിയവർക്ക് ഒരു മാർക്കെങ്കിലും കൊടുത്ത് ദൈവമേ. അന്നത്തെ കാലത്ത് ഒരു സംഭവമുണ്ട്, മോഡറേഷൻ. എന്തെങ്കിലും എഴുതിയവർക്ക് 1/2 മാർക്ക്, 1/4 മാർക്ക് കിട്ടും. അങ്ങനെ എന്നോട് ഒരു കൂട്ടുകാരൻ പറയും, എടാ ഈ പ്രാവശ്യം മോഡറേഷൻ ഉണ്ടെന്ന് കേട്ടു, നീ എല്ലാത്തിനും അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മോഡറേഷൻ വെച്ച് ഞാൻ ചോദ്യപേപ്പർ എടുത്ത് ചോദ്യം നോക്കിയപ്പോൾ മിക്കവാറും എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധ്യത. എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാത്തിനും 1/2 മാർക്ക് കിട്ടിയാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അത്രയും മാർക്കൊന്നും വേണ്ട കർത്താവേ, കുറച്ച് മതി, കട്ടി മതി. എന്തായാലും 2-ാമത് ജയിച്ചു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് 2-ാമത് ഞാൻ തോക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുറെ പേരുണ്ടെന്ന് തോന്നുന്നു. കാണത്തില്ല എല്ലാവരുടെയും മുഖം, ഈ ലൈറ്റ് കാരണം ശ്രദ്ധിക്കുക. ഇരുട്ടാ എല്ലാവരുടെയും മുഖത്ത്. ഈ ഞാൻ ആൾക്കാരുടെ മുഖം കാണുന്നില്ല കേട്ടോ. എന്നാൽ ഇരിപ്പ് കണ്ടിട്ട് ആ പൊസിഷൻ വെച്ച് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്തായാലും ജയിച്ചപ്പോഴാണ് സെമിനാരിൽ എടുക്കുവോ? ഒരിക്കലും എടുക്കില്ല. 6 അച്ഛന്മാർ വീട്ടിൽ വന്നു. 6 അച്ഛന്മാർ ഓഫീസിൽ പോലെ തിരിച്ചും പോയി. കാരണം എന്നറിയോ? 1 തോറ്റതാ, 2-ാമത് കട്ടിയെ ജയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒരൊറ്റ അച്ഛന്മാർക്കും വേണ്ട. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ അന്വേഷിച്ച് നോക്ക്, 1 തോറ്റിട്ട് 2-ാമത് എടുക്കുന്ന സഭയിൽ അച്ഛനാക്കുന്ന വല്ല സഭയുണ്ടോ നീ നോക്കാൻ പറഞ്ഞു. ഒരു സഭയിലും എടുക്കില്ല. പിന്നെ ഒന്നാമത് ഈ പള്ളിയുമായി വലിയ അടുപ്പ ബന്ധമോ പ്രാർത്ഥനയോ അൾത്താരപാലനോ അല്ല. അച്ഛന്മാർക്ക് വരുന്നവർക്കൊക്കെ ആരെ ഇഷ്ടമുള്ളൂ? ഈ വാലന്മാരെ ഇഷ്ടമുള്ളൂ. ഏത് വാലന്മാരെ? അൾത്താരപാലന്മാർക്ക് സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്ക് ഇഷ്ടമുള്ളൂ. ഞാൻ അൾത്താരപാലൻ ആയിട്ടേ ഇല്ല. അതുകൊണ്ട് ഈ അച്ഛന്മാരാകാൻ പിള്ളേരെ പിടിക്കാൻ വരുമ്പോൾ വാലന്മാരുണ്ടോ എന്ന് നോക്കും. വാലില്ലാത്തവർക്ക് അവിടെ വിലയില്ല. സിസ്റ്റർമാർ പ്രമോട്ടും ചെയ്യില്ല. അവനോ കാര്യമൊന്നുമില്ല എന്ന് പറയും. അതുകൊണ്ട് ആരും പ്രമോട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ നടന്ന് അങ്ങനെ ഒരു അച്ഛൻ വീട്ടിൽ വന്നു. അച്ഛൻ വീട്ടിൽ വന്ന് കഷ്ടി എടുക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു, 2 പേരും കൂടെ പേര് തന്നിട്ടുണ്ട്, അവര് വരികയല്ലേ നിന്നെ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രാർത്ഥന ഞാൻ പ്ലേറ്റ് മാറ്റി, ദൈവമേ ആ 2 പേർക്കും ദൈവവിളി ക്യാൻസൽ ആക്കുക, എന്നിട്ട് അതെനിക്ക് തന്നേക്കാൻ പറഞ്ഞു. എന്തായാലും അവർ 2 പേരും കേരളത്തിന്റെ വെളിയിൽ എവിടെയോ പോയി. അവർ വൈദികരൊന്നും ആയിട്ടില്ല. അങ്ങനെ ഇവർ 2 പേരും ചേരാത്തത് കൊണ്ട് എന്നെ സെമിനാരിയിൽ എടുത്തു. അങ്ങനെയാണ് ഇതിനകത്തൊന്ന് കയറി പറ്റിയത്. വലിയ പണിയെടുത്തിട്ടാണ് കയറി പറ്റിയത് കേട്ടോ. സാധാരണ പോലെ ചടപട കയറി പോയതല്ല. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു സെമിനാരിയിൽ സുഖമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇംഗ്ലീഷ് എന്ന വിഷയം 2-ാമത് പ്രസവിച്ചിട്ട് 8 കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുക അവിടെ. ദൈവത്തിന്റെ കൃപയാൽ കണക്കില്ല. എനിക്ക് 2 വിഷയങ്ങൾ ഇഷ്ടമേ അല്ല. അത് പഠിപ്പിക്കുന്നവരേ ഇഷ്ടമല്ലായിരുന്നു. ഇംഗ്ലീഷും കണക്കും. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കണക്കില്ല സെമിനാരി. ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് ഒന്നേ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ, ഒരു കൊച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷ് സെക്കൻഡ്. രണ്ടാമത് പ്രസവിച്ചപ്പോൾ 8 കുഞ്ഞുങ്ങൾ. രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഇംഗ്ലീഷോട് ഇംഗ്ലീഷ്. എനിക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോകുകയല്ലെന്ന് മനസ്സിലായി. ഞാൻ വീട്ടിലേക്ക് ഒരു കള്ളത്തരത്തിൽ ഒരു കത്തെഴുതി, ദൈവമേ അമ്മാ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സെമിനാരി, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ അതുകൊണ്ട് തിരിച്ചു പോരുവാണ്. എൻ്റെ അമ്മ എനിക്ക് തിരിച്ചെഴുതിയിരിക്കുകയാണ്, നീ പ്രത്യേക 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ച് നീ പഠിച്ചോ, നിനക്ക് അവിടെ പരിശുദ്ധ അമ്മ സഹായിക്കും, എനിക്ക് അവിടെ ഇരുന്ന് ഇംഗ്ലീഷ് പറയാൻ എനിക്ക് ആവൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീണ്ടും ഞാൻ പ്രാർത്ഥനയിലേക്ക് വരുന്നത്. ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പല സങ്കട സമയത്തും ഒരു മൈക്രബർ പോലും ഒരു കാര്യത്തിന് മുന്നിൽ നിന്നതിൻ്റെ പേര് സമ്മാനം കിട്ടാത്ത ആളാണ് ഞാൻ. പ്രസംഗം പറയുമ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഒത്തിരി സമ്മാനമൊക്കെ പ്രസംഗത്തെ മേടിച്ചിട്ടുണ്ടല്ലോ എന്ന്. പ്രസംഗം എന്നാന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇനി നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം സെമിനാരി വന്ന് പറഞ്ഞപ്പോൾ വരെ തെറ്റിപ്പോയിട്ടുള്ള അച്ഛൻ ചോദിച്ചു, എടോ തനിക്ക് ഇതുപോലും പറയാൻ കിട്ടുന്നില്ലല്ലോടോ എന്ന് ചോദിക്കും. ഞാൻ വളരെ പരിശ്രമിച്ചിട്ടാ ആ വാക്ക് പറയും, നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. ഇത് പറയണവരെ 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞു നിൽക്കുന്നതേ എൻ്റെ ഒരു കഥയല്ല. എന്നെ ഞാൻ ആക്കിയത്, എന്നെ ഇവിടെ എത്തിച്ചത് ആരൊക്കെയോ പറഞ്ഞു തന്നു. ഇതറിയാവുന്നത് പോലെ മനസ്സിൽ വെച്ച് ചുമ്മാ ചടപടാ ചെല്ലരുത്. ഒറ്റ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലിയുള്ളൂ. അത് വൃത്തിയായും വെടുപ്പായും ചെല്ലണം. എങ്ങനെ ചെല്ലണം? മനസ്സിൽ അത് എന്തിനാ ചെല്ലുന്നതെന്ന് ഓർക്കണം. ലക്ഷ്യത്തോടെ ചെല്ലണം. ദൈവമേ, എനിക്ക് ദൈവവചനം നന്നായിട്ട് പറയേണ്ട അഭിഷേകത്തിന് വേണ്ടി ഞാൻ 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ആ ഒരു കാര്യത്തിനാണ് ചെല്ലുന്നത്. എനിക്ക് എൻ്റെ ഉള്ളിലെ ഭയവും എൻ്റെ ഉള്ളിലെ ടെൻഷനും മാറാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഞാൻ ചെല്ലുന്നത് നമ്മുടെ പ്രാർത്ഥന നമുക്ക് തന്നെ അറിയത്തില്ലാത്ത പ്രാർത്ഥനയാണോ? ഒരു അക്രൈസ്തവ സഹോദരൻ ചോദിച്ചു, ഒരു ക്രിസ്ത്യാനിയായ ഒരു ചേട്ടനോട്, ഒരു ഹൈന്ദവ സഹോദരൻ, പേര് രവി എന്നാണ്, ആ ചേട്ടൻ ചോദിച്ചു, ക്രിസ്ത്യാനിയായ എടോ താൻ എന്നാ പ്രാർത്ഥനയാണോ ചെല്ലുന്നതെന്ന്. അപ്പൊ ഇയാൾ ചോദിച്ചു, അതിന് തനിക്ക് ഞങ്ങളുടെ പ്രാർത്ഥന അറിയാവോ എന്ന്. അക്രൈസ്തവനായ രവി എന്ന് പറഞ്ഞൊരു ചേട്ടൻ ക്രിസ്ത്യാനിയോട് ചോദിക്കുക, തനിക്ക് താൻ എന്ത് പ്രാർത്ഥനയാണ്? അപ്പൊ എങ്ങനെ ചിന്തിക്കും? നമ്മുടെ പ്രാർത്ഥന ചടങ്ങ് പ്രാർത്ഥനയാണ്. ചടങ്ങ് പെട്ടെന്ന് നിർത്തുകയാണ്. എന്താ പ്രാർത്ഥന? അപ്പൊ ഈ ചേട്ടൻ ക്രിസ്ത്യാനിയായ ഈ ചേട്ടൻ്റെ ഈ രവി എന്ന് പറഞ്ഞ ചേട്ടൻ താമസിച്ചുകൊണ്ടിരുന്നത് കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ പോയി പ്രാർത്ഥനയുള്ള ഒരു ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത്. ഇയാൾ സന്ധ്യാപ്രാർത്ഥന ഉറക്കെ ചെല്ലുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന രവി ചേട്ടന് ക്രിസ്ത്യാനികളുടെ നന്മ അറിഞ്ഞ പറയുമ്പോൾ സ്വർഗസ്ഥനായ വിധം ഇതൊക്കെ അത്യാവശ്യം കാണാതെ അറിയാം. ഇയാൾ ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവിടുന്ന് സ്ഥലം വിറ്റ് വീണ്ടും വേറൊരു സ്ഥലത്ത് താമസിച്ചപ്പോൾ അത് ഒരു ചേട്ടന്മാരുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചപ്പോൾ ആ വീട്ടിൽ വലിയ പ്രാർത്ഥനയൊന്നുമില്ല. ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയുള്ളൂ. ഇടയ്ക്ക് ഭാര്യ പെരക്കി ഇവർ ഓടുന്നത് കാണാം. അവിടെ ഭയങ്കര കച്ചറയാ, പ്രശ്നമാ. ഇടയ്ക്ക് പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥനയുള്ള ദിവസം ഈ രവിചേട്ടൻ മിറ്റത്തിറങ്ങി ഇത് കേൾക്കുമ്പോൾ രവിചേട്ടൻ കേൾക്കാണ് ആ വീട്ടിനകത്തുനിന്ന് കേൾക്കുന്ന പ്രാർത്ഥന, ഞാൻ കണ്ടീഷനാണ്. അപ്പൊ രവിചേട്ടൻ ഭാര്യയെ ചോദിച്ചു, എടി ഇതെന്തു പ്രാർത്ഥനയാടി ഇവർ ചെല്ലുന്നത്? അപ്പോൾ ഭാര്യ പറഞ്ഞു, നമുക്ക് അന്വേഷിക്കാൻ വേണ്ട മനുഷ്യ, ക്രിസ്ത്യാനികളുടെ ഏതോ വകഭേദവാ, കുറെ എണ്ണം ഉണ്ട്, ഏതോ ഒരു നമ്മൾ അന്വേഷിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇയാൾക്ക് ഭയങ്കര ടെൻഷൻ, എന്ത് പ്രാർത്ഥനയാടി. ഒരു ദിവസം ഈ രവിചേട്ടൻ ചോദിക്കുകയാണ് അയാളോട്, അല്ല എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ഈ ചേട്ടന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അത്യാവശ്യം അറിയാവുണ്ട്, നിങ്ങൾ വിഷമം വിചാരിക്കരുത്, നിങ്ങൾ എന്ത് പ്രാർത്ഥന ചെല്ലുന്നതെന്ന്. അപ്പോഴാണ് പിന്നീട് അറിയുന്നത് ജപമാലയിലെ ലുത്തിനിയായാണ്. ഞാൻ കണ്ടീഷനാണ്. അത് സ്പീഡ് കൂടുതൽ കാരണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്നാണ് മുറ്റത്ത് നിൽക്കുന്ന രവിചേട്ടൻ കേൾക്കുന്നത്. ഞാൻ കണ്ടീഷനാണ്. ഒരു കണ്ടീഷനും അല്ല. ഇവർ മിക്കവാറും പ്രശ്നമാടി പെരക്കി വിറ്റ് ഓട്ടം പാത്രം എറിയുന്നു, TV തല്ലിപ്പൊട്ടിക്കുന്നു, എന്നിട്ടും പറയുക ഞാൻ കണ്ടീഷനാണ്. ഒരു കണ്ടീഷനും അല്ലാത്തവരും പറയാണ്. അപ്പൊ രവിചേട്ടൻ ചോദിക്കുക, എന്തു പ്രാർത്ഥനയാടോ താൻ ചെല്ലുന്നത്? ഇതാണ് നമ്മുടെ പ്രാർത്ഥന. വേറൊരു സമൂഹത്തിൽപ്പെട്ട ഒരാൾ എടോ താൻ എന്നാ പ്രാർത്ഥന ചെല്ലുവാണേ വൃത്തിയായിട്ട് ചെല്ലരുത്. ചെല്ലുവാണെങ്കിൽ ഒരു വചനം വായിക്കാൻ പറ്റുള്ളൂ. ഒരു അപ്പച്ചൻ പറയുവാണ്, എൻ്റെ വീട്ടിൽ ബൈബിൾ വായിക്കുന്നത് ഏറ്റവും ഇളയ മകനാ. അവൻ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ തപ്പി 5 മിനിറ്റ് കളയും. എങ്ങനെ? അവൻ ബൈബിൾ വായിക്കേണ്ട അവൻ ബൈബിൾ എടുത്തിട്ട് ഒറ്റ മറിക്കലാണ്. എന്തുവാടാ തപ്പുന്നത്? പപ്പ ചെറുത് എവിടെയാന്ന് നോക്കട്ടെ. എടാ ഏതേലും കിട്ടിയത് വായിക്കേ. ഇല്ല നോക്കട്ടെ, ഒപ്പം വരെ വായിക്കാം. ഈ ചെറുത് തപ്പി 5 മിനിറ്റ് കളയും. ആ 5 മിനിറ്റ് കൊണ്ട് ഏതെങ്കിലും പറഞ്ഞ് വായിക്കുമോ? ഇല്ല. ഇതാണ് നമ്മുടെ വീട്ടിൽ. ചെല്ലുവാണെങ്കിൽ കൃത്യസമയത്ത് നല്ലതുപോലെ ചെല്ലുക. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ സമയം കഴിഞ്ഞു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ചൊരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന അനുഗ്രഹത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒരപ്പച്ചൻ്റെ പ്രാർത്ഥന,
ഒരമ്മയുടെ പ്രാർത്ഥനയ്ക്ക് എന്തേരെ വിലയുണ്ടെന്ന് ഈ ദൈവവചനം തന്നെ വായിച്ചാൽ മതി. ഇതാ അമ്മയുടെ പ്രാർത്ഥന, അപ്പച്ചന്റെ പ്രാർത്ഥനയൊക്കെ കേട്ടു. അബ്രാഹത്തിനൊരു മകനുണ്ടായിരുന്നു. മകൻ അപ്പനോട് ചോദിക്കുവാണ്, ബലിമൃഗം എവിടെയെന്ന്. നീ എന്താ അവൻ ചോദിക്കാൻ കാരണം? അവൻ അറിയായിരുന്നു എങ്ങനെയാ ബലി അർപ്പിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് ചോദിച്ചത്, ബലിമൃഗം കാണുന്നില്ലല്ലോ എന്ന്. ബലിയർപ്പിക്കാൻ വരെ അറിയാവുന്ന ഒരു മകനെ ദൈവം അബ്രാഹാം വളർത്തി. നമ്മുടെ മക്കളെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന, പ്രാർത്ഥിക്കാൻ അറിയുന്ന, വിശ്വാസമുള്ള, വിശ്വാസത്തിൽ വളരുന്ന, ദൈവം ഉള്ളിലുള്ള മക്കളെ വളർത്തിയെടുക്കണം. അത് അപ്പച്ചന്മാരുടെ ഒബ്ലിഗേഷനാണ്, കടമയാണ്. അമ്മമാരുടെ പ്രാർത്ഥന മക്കളുടെ സ്വഭാവത്തിൽ വരെ മാറ്റങ്ങളെ കൊണ്ടുവരും.